വെൽക്കം ബാക്ക് ടു എംഫേവർ ലേണിംഗ് ആപ്പ്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അഗ്രികൾച്ചർ ആണ്. പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ മെച്യൂരിറ്റി ഇൻഡിസസ്, റൈപ്പനിങ്, ഈ രണ്ട് കാര്യങ്ങൾ കേരള പി എസ് സിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രം പഠിച്ചെടുക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ച്വലി ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടിയിട്ട്, ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് നോക്കേണ്ട പോയിന്റുകൾ വളരെ കൺസൈസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് വളരെ ഷോർട്ടാണ്, എന്നാൽ വളരെ ഫിൽട്ടർ ചെയ്ത് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുമുണ്ട്. അതായത് കാട് കയറി പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്. രണ്ടാമത്, ഞാനിവിടെ നൽകുന്നത് മാത്രം നിങ്ങൾ നോക്കിപ്പോയാൽ മതി, ഇതേ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ഈ പറയുന്ന നോട്ട് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. നോട്ട് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എംഫേവർ ലേണിംഗ് ആപ്പ് വഴിയും ഡൗൺലോഡ് ചെയ്യാം. എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അവിടെ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചില കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. മെച്യൂരിറ്റി എന്ന് പറയുന്ന കാര്യം. ഓക്കെ, സോ ഞാൻ മെച്യൂരിറ്റിയെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മുടെ ഹ്യൂമൻസിന്റെ കാര്യത്തിൽ അല്ലെ, എപ്പോഴാ മെച്യൂർഡ് ആവുന്നേ, ഒരു വ്യക്തി എപ്പോഴാ മെച്യൂർഡ് ആവുന്നേ? പലർക്കും പല ഡെഫിനിഷൻ ആയിരിക്കും മെച്യൂർ എന്ന് പറയുന്ന കാര്യത്തിൽ. ഒരു മനുഷ്യന്റെ കാര്യത്തിൽ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ പല ഡെഫിനിഷൻ ഉണ്ടാവും. മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാവോ, അല്ലെങ്കിൽ മെച്യൂർ ആകുന്നതിന് മുന്നേ കല്യാണം കഴിപ്പിക്കുന്നുണ്ടോ, തുടങ്ങി പല രീതിയിൽ. പക്ഷെ ഫ്രൂട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഫ്രൂട്ട് മെച്യൂർ ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഫ്രൂട്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു വെജിറ്റബിളിന്റെ സെൽസ് ഫുള്ളി ഡെവലപ്ഡ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ അതിന്റെ സെല്ല് ഫുള്ളി ഡെവലപ്ഡ് ആയി എന്ന് പറയുമ്പോൾ മെച്യൂർഡ് ആയി എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി മെച്യൂർഡ് ആയി എന്നുള്ളത് കൊണ്ട് അന്നേരം ഈ ഫ്രൂട്ട് നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് കൺസംഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് മെച്യൂർഡ് ആയി എന്ന് വിചാരിച്ചാൽ ആ ഫ്രൂട്ട് അപ്പം തന്നെ നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണോ എന്ന് ചോദിച്ചാൽ ആകാം, ആകാതിരിക്കാം. ഓക്കെ, കേട്ടിട്ടില്ലേ, ചില ഫ്രൂട്ടുകളൊക്കെ നമ്മൾ പറിച്ചിട്ട് എന്ത് ചെയ്യും, മെച്യൂറായി അല്ലെങ്കിൽ ആ രീതിയിൽ പറിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച് പഴുപ്പിക്കുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ. സോ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെച്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ടിന്റെ അല്ലെങ്കിൽ വെജിറ്റബിളിന്റെ സെല്ല് ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കും. അന്നേരം അത് നമുക്ക് യൂസ് ചെയ്യാം, കൺസ്യൂം ചെയ്യാം, ചെയ്യാതിരിക്കാം. ഓക്കെ, കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാ? ഫുള്ളി കൺസ്യൂം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും റൈപ്പനിങ്, അതായത് അത് പാകമാകണം അല്ലെ. അപ്പോ മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അടുത്ത സ്റ്റേജ് ആണ് റൈപ്പനിങ് എന്ന് പറയുന്നത്, പാകമാകുക അല്ലെങ്കിൽ അതായത് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തുക എന്ന അർത്ഥമാണ് റൈപ്പനിങ് സ്റ്റേജിൽ നമ്മൾ കാണുന്നത്. അപ്പൊ റൈപ്പനിങ് ആയി നന്നായിട്ട് പാകമായി പഴുത്തിരിക്കുകയാണ്, കഴിക്കാം. ഒരുപാട് നാൾ കഴിഞ്ഞ് റൈപ്പനിങ് ആയി നല്ല പഴുത്തു എന്നിട്ടും പറിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എന്ത് ചെയ്യും, മരത്തിൽ നിന്നും അറ്റ് വീഴും അല്ലെ. ദാറ്റ് മീൻസ് ഡ്യൂ ടു ഏജിങ്. അപ്പോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ സ്റ്റേജ് ആണ് സെനസെൻസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു ഫ്രൂട്ടിന്റെ കാര്യത്തിൽ മെച്യൂരിറ്റി, അതിനുശേഷം വരുന്നത് അല്ലെങ്കിൽ മെച്യൂരിറ്റിയെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന സ്റ്റേജ് ആണ് റൈപ്പനിങ് എന്ന് പറയുന്നത്. റൈപ്പനിങ്ങിന് ശേഷം ഏജിങ് അഥവാ സെനസെൻസ് എന്ന് പറയുന്ന വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താ മെച്യൂരിറ്റി? ഇറ്റ് ഈസ് ദ കണ്ടീഷൻ വെൻ ദ ഫ്രൂട്ട് ഈസ് റെഡി ടു ഈറ്റ് ഓർ ഇഫ് പിക്ഡ് വിൽ ബിക്കം റെഡി ടു ഈറ്റ് ആഫ്റ്റർ ഫർദർ റൈപ്പനിങ് അല്ലെ. ഒന്നുകിൽ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന കഴിപ്പ് എപ്പോഴേ നടക്കത്തുള്ളൂ, ഈ ഫ്രൂട്ട് റൈപ്പൻ ചെയ്യുന്നതിന് ശേഷം അല്ലെ. അതായത് ഒന്ന് പാകമായി ഒന്ന് പഴുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് പറിച്ചെടുത്തതിന് ശേഷം അത് പെട്ടെന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പലതരത്തിലുള്ള ഹോർമോണുകൾ കുത്തിവെക്കാറുണ്ട്.
ഒരു റൈപ്പനിങ് ഹോർമോൺ ആണ് എത്തിലീൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ഫ്രൂട്ടിൽ തന്നെ ഉണ്ട്. ഫ്രൂട്ടിൽ തന്നെ കാണപ്പെടുന്ന കേരള PC ചോദ്യമാണ് കേട്ടോ. ഫ്രൂട്ടിൽ കാണപ്പെടുന്ന റൈപ്പനിങ് ഹോർമോണിന്റെ പേരാണ് എത്തിലീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മെച്ചൂരിറ്റി ഇറ്റ് ഇസ് എ സ്റ്റേജ് ഓഫ് ഫുള്ളി ഡെവലപ്മെന്റ് ഓഫ് ടിഷ്യൂ ഓഫ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്. ഓക്കെ, സോ സെൽ ഈ പറയുന്ന അല്ലെങ്കിൽ ടിഷ്യൂ, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണല്ലോ ടിഷ്യൂ. അപ്പോൾ ഈ പറയുന്ന ടിഷ്യൂവിന്റെ ഫുള്ളി ഡെവലപ്ഡ് സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്, മെച്ചൂരിറ്റി എന്ന് പറയുന്നത്. അറ്റ് ദിസ് പോയിന്റ് ദ എഡിബിൾ പാർട്ട് ഓഫ് ദ ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ ഈസ് ഫുള്ളി ഡെവലപ്ഡ് ഇൻ സൈസ്, ഓൾദോ ഇറ്റ് മേ നോട്ട് ബി റെഡി ഫോർ ഇമീഡിയറ്റ് കൺസംഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് അത് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന പാകത്തിലായിരിക്കത്തില്ല. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിബിൾ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കഴിക്കാൻ അല്ലെങ്കിൽ രുചിയേറിയ ഭാഗം എന്നുള്ള രീതിയിലാണ് വരുന്നത്, കഴിക്കാൻ പാകമായിട്ടുള്ള ആ ഭാഗം. അപ്പോൾ ആ ഒരു ഭാഗം ഫുള്ളി ഡെവലപ്ഡ് ആണ്, ടിഷ്യൂസ് ഒക്കെ വളരെ ഡെവലപ്പ് ചെയ്താണ് ഇരിക്കുന്നതെങ്കിലും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇമ്മീഡിയറ്റ് കൺസംഷൻ നമുക്ക് പറ്റാതെ വരുന്ന സാഹചര്യം. അതുകൊണ്ട് മെച്ചുവർഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇമ്മീഡിയറ്റ് കൺസംഷൻ പറ്റുമെന്നുള്ളതല്ല. കൺസ്യൂം ചെയ്യാൻ എപ്പോഴാണ് സാധിക്കുക, സ്വാഭാവികമായിട്ടും റൈപ്പൻ ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലെ, ഫുള്ളി റൈപ്പൻ ആകുമ്പോൾ മാത്രമാണ് കൺസ്യൂം ചെയ്യാൻ സാധിക്കുക. മെച്ചുറേഷൻ ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ദ ഫ്രൂട്ട് ബീങ് റെഡി ഫോർ ഹാർവസ്റ്റ്. മെച്ചുറേഷൻ എന്തിനെ കാണിക്കുന്നു, ഫ്രൂട്ട് ഹാർവസ്റ്റ് ചെയ്യാനുള്ള സമയമായി അല്ലെങ്കിൽ വിളവെടുപ്പിനുള്ള സമയമായി എന്നുള്ള ഇൻഡിക്കേഷൻ ആണ് മെച്ചുറേഷൻ അഥവാ മെച്ചൂരിറ്റി നൽകുന്നത്. ഇനി നോക്കേ, റൈപ്പനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഫോളോസ് ഓർ ഓവർലാപ്സ് മെച്ചുറേഷൻ. അതായത് മെച്ചുറേഷൻ അല്ലെങ്കിൽ മെച്ചൂരിറ്റി സംഭവിക്കുമ്പോൾ തന്നെ തൊട്ട് ബാക്കിലായിട്ട് റൈപ്പനിങ്ങും ഉണ്ടാവാറുണ്ട്, ഇല്ലെങ്കിൽ മെച്ചൂരിറ്റി സംഭവിച്ച സമയത്ത് തന്നെ റൈപ്പനിങ്ങും ഒരുമിച്ച് ഉണ്ടാവാറുണ്ട്. അതാണ് ഇറ്റ് ഫോളോസ്, മെച്ചുറേഷന് ശേഷം റൈപ്പനിങ്, ഓർ ഓവർലാപ്സ്, മെച്ചുറേഷനും റൈപ്പനിങ്ങും ഒരുമിച്ച് സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യാം. അപ്പോൾ മെച്ചൂരിറ്റി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, മെച്ചൂരിറ്റി വന്നു എന്ന് കഴിഞ്ഞാൽ ആ ഫ്രൂട്ട് ഇമ്മീഡിയറ്റ് കൺസംഷന് അവൈലബിൾ ആകാം, ആകാതിരിക്കാം. അവൈലബിൾ ആകണമെങ്കിൽ മെച്ചൂരിറ്റി എന്ന് പറയുന്ന സ്റ്റേജും റൈപ്പനിങ് എന്ന് പറയുന്ന സ്റ്റേജും ഓവർലാപ്പ് ചെയ്യപ്പെടണം. ഓക്കെ, ഒപ്റ്റിമം കണ്ടീഷൻ വെൻ കളർ, ഫ്ലേവർ ആൻഡ് ടെക്സ്ചർ ഈസ് ഫുള്ളി ഡെവലപ്ഡ്. കണ്ടോ, ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിലും അല്ലെങ്കിൽ പൈനാപ്പിൾ ആണെങ്കിലും ചക്ക ആണെങ്കിലും ഒന്നും വേണ്ട, മാംഗോയുടെ കാര്യത്തിൽ നോക്കിക്കേ. മാംഗോയുടെ കാര്യത്തിൽ ആദ്യം മാംഗോ നല്ല ഡാർക്ക് ഒരു ഗ്രീൻ കളർ ആയിരിക്കും, പിന്നെ അങ്ങോട്ട് ഒരു പേൽ ഗ്രീൻ കളർ ആയിരിക്കും, അല്ലെ, ഒരു ഒലീവ് കളറൊക്കെ ആയിട്ട് മാറും. ഓക്കെ, അപ്പോഴാണ് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, നന്നായിട്ട് കഴിച്ച് അല്ലെങ്കിൽ ആ ഒരു എഡിബിൾ ടേസ്റ്റ് കിട്ടത്തക്ക രീതിയിൽ ആ എഡിബിൾ പാർട്ടിന്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ റൈപ്പൺ ചെയ്യപ്പെടണം, ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും, അല്ലെ. സോ കളർ, ഫ്ലേവർ ആൻഡ് ടെക്സ്ചർ ഈസ് ഫുള്ളി ഡെവലപ്ഡ്. അറ്റ് ദിസ് പോയിന്റ് ദ എഡിബിൾ പാർട്ട് ഓഫ് ദ ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ ഈസ് കൺസ്യൂംഡ്. റൈപ്പനിങ് ഈസ് ഫോളോഡ് ബൈ സെനസൻസ് അഥവാ ഏജിങ് എന്ന് പറയാം. ഓക്കെ, ഒരുപാട് നല്ല പഴുത്ത ചക്കയോ മാങ്ങയോ ഒന്നും നമ്മൾ പറിക്കാതിരിക്കുകയാണ്, സ്വാഭാവികമായിട്ടും അറ്റ് വീഴും, അല്ലെ. ഇറ്റ് റെഫേഴ്സ് ടു ഏജിങ് ആൻഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ദി ഫ്രൂട്ട്. സോ നിങ്ങൾക്ക് മനസ്സിലായാലോ ഈ ഒരു സ്റ്റേജ്? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? സോ മെച്ചൂരിറ്റി ഈസ് ഫോളോഡ് ബൈ റൈപ്പനിങ് ആൻഡ് സംടൈംസ് ഓവർലാപ്പ്, അല്ലെ. റൈപ്പനിങ് കഴിഞ്ഞാൽ എന്താണ്? സെനസൻസ്, ഏജിങ് ആണ്. ഓക്കെ, സോ ശ്രദ്ധിക്കണം, മെച്ചൂരിറ്റിയും റൈപ്പനിങ്ങും ഡിഫറെൻ്റ് ആണ്. റൈപ്പൺ ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഇമ്മീഡിയറ്റ് കൺസംഷന് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ശരി, ഇനി അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കാം. ആസ് ദ ഫ്രൂട്ട് റൈപ്പൻസ് ഓർ enters senescence, it becomes susceptible to fungal pathogens. അതായത് ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക, പ്ലാന്റ്സിൽ പലതരം ഫംഗൽ ഡിസീസസ് ഉണ്ടാവാറുണ്ട്, അല്ലെ. ബ്ലൈറ്റ്, റോട്ട്സ്, അങ്ങനെ ഒരുപാട് ഫംഗൽ ഡിസീസസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഡിസീസസിന് ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ ഏറ്റവും കൂടുതൽ വിധേയമാകാൻ ചാൻസ് ഉള്ള സമയം അതിൻ്റെ റൈപ്പനിങ് അല്ലെങ്കിൽ സെനസൻസ് പീരീഡിലാണെന്നുള്ളത് മനസ്സിലായിക്കൊള്ളാം. ഓക്കെ, റോട്ട്നെസ്, ബ്ലൈറ്റ്, ഇതൊക്കെ ഫംഗൽ ഡിസീസാണ്. ഇനി നമുക്ക് നോക്കാം മെച്യൂരിറ്റി ഇൻഡിസസ്. ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ സൂചകങ്ങൾ അല്ലെങ്കിൽ സൂചികകൾ എന്ന അർത്ഥത്തോടു കൂടിയൊക്കെ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ദ സൈൻ ഓർ ഇൻഡിക്കേഷൻ ഓഫ് ദി റെഡിനെസ് ഓഫ് ദി കൊമോഡിറ്റി ഫോർ ഹാർവെസ്റ്റ്. അപ്പൊ മെച്യൂരിറ്റി തന്നെ നമുക്ക് എന്താ കാണിച്ചു തരുന്നത്? ദിസ് പർട്ടിക്കുലർ ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ ഈസ് റെഡി ടു ഹാർവെസ്റ്റ്, അല്ലെ. അപ്പോൾ മെച്യൂരിറ്റി ഇൻഡിസസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പറയുന്ന ഫ്രൂട്ട്
റെഡിയാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ വിളവെടുപ്പിന് ഹാർവസ്റ്റിന് റെഡിയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ചില സൂചകങ്ങൾ, അതാണ് മെച്യൂരിറ്റി ഇൻഡിസസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും കളർ, ഒരു ഫ്രൂട്ടിന്റെ കളർ വെച്ചിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഈ പൈനാപ്പിൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പച്ചയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് റെഡി ഫോർ കൺസപ്ഷൻ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ മെച്ചുവർഡ് ആയി ഓക്കെ ഒരു ഏകദേശം ഒന്ന് പച്ച കളറൊക്കെ ആയതിനു ശേഷം കുറച്ചും കൂടെ ഒന്ന് സൈസ് ആയി കഴിഞ്ഞാൽ അത് മെച്ചുവർഡ് ആയെന്ന് നമുക്ക് പറയാം അല്ലേ. വേണമെങ്കിൽ പറിച്ചെടുത്ത് നമുക്ക് പഴിപ്പിക്കാൻ വയ്ക്കാം അല്ലേ. പഴുത്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് റൈപ്പനിങ് ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് കൺസംഷൻ ആണ്. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ, മാങ്ങയുടെ കാര്യത്തിൽ മാങ്ങ വളരെ ചെറുതായിട്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് മെച്ചുവർഡ് ആയി, മാങ്ങ ചെറുതായി ഓക്കെ, മാങ്ങ അതിന്റെ ഫുള്ളി സെല്ലൊക്കെ, അതിന്റെ സെൽ അല്ലെങ്കിൽ ടിഷ്യൂ ഫുള്ളി ഡെവലപ്ഡ് ആണെങ്കിൽ തന്നെ മെച്ചുവർഡ് ആണെന്ന് പറയുമല്ലോ. ബട്ട് കുറച്ചും കൂടി എന്താ ഇത്തിരി കൂടെ വലുതായ ഒരു മാംഗോയുടെ യഥാർത്ഥ ഷേപ്പ് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഫുള്ളി മെച്ചുവേർഡ് എന്ന് പറയുന്നത് അല്ലെ. ഫുള്ളി മെച്ചുവേർഡ് അന്നേരം കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ റൈപ്പനിങ് സ്റ്റേജ് ആണ്. അപ്പോൾ ഈ പറയുന്ന കളറ്, അല്ലെങ്കിൽ നമ്മൾ ചില ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ പിതുക്കി നോക്കും. ഒരുപാട് പിതുങ്ങയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഒരുപാട് പിതുങ്ങയാണെങ്കിൽ റൈപ്പനിങ് സംഭവിച്ചു. അല്ല, നല്ല ഫേംനെസ് ഉണ്ട് തൊടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒന്ന് കൊട്ടി നോക്കുമ്പോൾ തന്നെ നല്ല ഫേംനെസ് ആണെന്നുണ്ടെങ്കിൽ അത് മെച്ചുവർഡ് ആയി, ലൈക്ക് നല്ല സോളിഡ് ആയിട്ട് നിൽക്കുക, മെച്ചുവർഡ് ആയെന്ന് പറയാം. അതേസമയം ഒന്ന് തൊട്ട് നോക്കി അല്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തപ്പോൾ തന്നെ പിതുങ്ങി പോയി കഴിഞ്ഞാലോ അത് റൈപ്പനിങ്, നല്ല പഴുത്തങ്ങ് തുടുത്തിരിക്കുക നമ്മൾ പറയും അല്ലെ. അപ്പൊ ഇത്തരത്തിൽ പല രീതിയിൽ നമുക്ക് സിംറ്റംസ് അല്ലെങ്കിൽ സൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ മെച്യൂരിറ്റി ഇൻഡിസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബേസിസ് ഫോർ ഡിറ്റർമിനിങ് ഹാർവസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വിളവെടുപ്പ് നടത്താം എന്നതിന് മെച്യൂരിറ്റി ഇൻഡിസസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസ് ജസ്റ്റ് നോക്കിക്കോളാം. മെച്യൂരിറ്റി ഇൻഡിസസിന്റെ ഇമ്പോർട്ടൻസ്: എൻഷുർ ന്യൂട്രീഷ്യസ് വാല്യൂ ആസ് വെൽ ആസ് സെൻസറി ക്വാളിറ്റി. അതായത് ഫ്ലേവർ, കളർ, ഫ്രാഗ്രൻസ് ആൻഡ് ടെക്സ്ചർ നമുക്ക് തൊട്ട് നോക്കിയും കണ്ടുമൊക്കെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും നല്ല സാധനമാണോ അല്ലയോ എന്നുള്ളത്. എൻഷുർ ആൻഡ് അഡിക്വേറ്റ് പോസ്റ്റ് ഹാർവസ്റ്റ് ഷെൽഫ് ലൈഫ്. നമ്മൾ വിളവെടുപ്പിന് ശേഷം ഇതിന് ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന 190 പൈനാപ്പിൾ നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും കൊണ്ട് സ്റ്റോർ ചെയ്യും അല്ലെ. സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താ, മെച്ചുവർഡായി ഇനി അത് പഴുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ വിളയിൽ ഈ പറയുന്ന പൈനാപ്പിൾ ഒന്ന് പഴുത്ത് തുടുത്തിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പല ഡിസീസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം റൈപ്പനിങ് അല്ലെങ്കിൽ സെനസൻസ് പീരീഡിലാണല്ലോ ഫംഗൽ ഡിസീസ് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ്. ഓക്കെ, അപ്പോൾ മാത്രമല്ല മറ്റു പല ജീവികളും പറിച്ചെടുത്തെന്ന് വരാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മെച്ചുവർഡ് ആകുമ്പോൾ തന്നെ പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരിടത്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ആ സ്റ്റോറേജ് പീരീഡ്, അതിനെയാണ് നമ്മൾ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. എത്ര കാലം നമുക്കതിനെ കേടുകൂടാതെ സ്റ്റോർ ചെയ്യാം, അതാണ് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഷെൽഫ് ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഹെൽപ്പ് വിത്ത് ഹാർവസ്റ്റ് ആൻഡ് പാക്കേജിംഗ് ഓപ്പറേഷൻസ് ഷെഡ്യൂളിംഗ്, അതുപോലെ തന്നെ അസിസ്റ്റ് വിത്ത് മാർക്കറ്റിംഗ്. ഈ പറയുന്ന സാധനം നമുക്ക് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായ ഒരു സാധനം നമുക്ക് ഹിമാചൽ പ്രദേശിൽ എത്തിക്കണമെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്ര ഡേയ്സ് കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കേടുകൂടാതെ നമുക്ക് എത്തിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കണക്ക് കൂട്ടലുകൾ ആഫ്റ്റർ ഹാർവസ്റ്റിംഗ്, ഇതിൻ്റെ ഒരു കമേഴ്ഷ്യൽ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് മാർക്കറ്റിംഗ് കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട്, ഷെൽഫ് ലൈഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അളന്ന് കുറിച്ചെടുക്കുവാൻ സാധിക്കും ഈ പറയുന്ന മെച്യൂരിറ്റി ഇൻഡിസസിലൂടെ. മെച്യൂരിറ്റി ഇൻഡിസസ് പൂർണ്ണമായിട്ടും കളർ, സൈസ്, അതിന്റെ ടെക്സ്ചർ, ഫ്ലേവർ അതൊക്കെ വെച്ച് നമുക്ക് അറിയാൻ സാധിക്കും. മാത്രമല്ല മറ്റ് പല ഫിസിക്കൽ മെത്തേഡ്സും കെമിക്കൽ മെത്തേഡ്സും ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്താണ് മെച്യൂരിറ്റി, അതിനുശേഷം സംഭവിക്കുന്ന റൈപ്പനിങ്, എന്താണ് സെനസൻസ്, എന്തുകൊണ്ടാണ് മെച്ചുവർ ആകുമ്പോൾ തന്നെ ഈ ഫ്രൂട്ട് പറിച്ചു വയ്ക്കുന്നത്, റൈപ്പനിങ്, സെനസൻസ് എന്ന് പറയുന്ന പീരീഡിൽ ഈ പറയുന്ന ഫംഗൽ ഡിസീസിന് കൂടുതൽ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഷെൽഫ് ലൈഫ് നമുക്ക് അത്യാവശ്യം മാക്സിമം ഷെൽഫ് ലൈഫ് ഒക്കെ ഉള്ള ഫ്രൂട്ട്സ് ആയതുകൊണ്ട് നമുക്ക് പറിച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കാം, മറ്റ് കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കാം. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ആണോ? സോ മെച്യൂരിറ്റിയും റൈപ്പനിങ്ങും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്ക് 50% കഴിക്കും. ഓക്കെ, types of maturity. First one, physiological maturity. It is a developmental stage of the fruits and vegetables when maximum growth and maturation has occurred.
സി ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി മാക്സിമം അറ്റൈൻ ചെയ്തു. ഇനി എന്തേ ഉള്ളൂ? ഇനി അടുത്ത സ്റ്റേജ് തൊട്ടടുത്ത ദിവസം റൈപ്പനിങ് ആണ്. നെക്സ്റ്റ് വൺ ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി ഓർ കമേഴ്ഷ്യൽ മെച്യൂരിറ്റി. ഇതെന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടോ വെജിറ്റബിളോ നമ്മൾ പറിച്ചെടുത്തു എന്ന് വിചാരിക്കുക, മെച്ചോറായി പറിച്ചെടുത്തു. ആ പറിച്ചെടുക്കുന്ന സാധനത്തിന് ആ ഒരു സ്റ്റേജിൽ ഒരു കമേഴ്ഷ്യൽ യൂസേജ് ഉണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഇറ്റ് ഈസ് എ ഡെവലപ്മെന്റൽ സ്റ്റേജ് ഓഫ് ദ ഫ്രൂട്ട് ഓൺ ദ ട്രീ വിച്ച് വിൽ റിസൾട്ട് ഇൻ എ സാറ്റിസ്ഫാക്ടറി പ്രോഡക്റ്റ് ആഫ്റ്റർ ഹാർവസ്റ്റ്. അതാണ് ഹോർട്ടിക്കൾച്ചറൽ അഥവാ കമേഴ്ഷ്യൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ഈ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നല്ല പഴുത്ത സാധനങ്ങൾ നമ്മൾ എടുക്കാൻ നിൽക്കത്തില്ല. നാളേക്കോ മറ്റന്നാളത്തേക്കോ വേണ്ടിയിട്ടൊക്കെ നല്ല പച്ചയായ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം എടുക്കാനേ നമ്മൾ നോക്കാറുള്ളൂ, അല്ലേ? സോ അത് കൊമേഴ്ഷ്യൽ യൂസേജിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മെച്ചുവർഡ് ആയിട്ടുള്ള പർട്ടിക്കുലർ ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ പറിച്ച് അവിടെ വച്ചിരിക്കുകയാണ്. സോ ഈ ഒരു മെച്യൂരിറ്റിയാണ് ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി അഥവാ കമേഴ്ഷ്യൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അതിൻ്റെ മെച്യൂരിറ്റി പൂർണ്ണമായിട്ടും അറ്റൈൻ ചെയ്തിട്ടില്ല. പൂർണ്ണമായിട്ടും അറ്റൈൻ ചെയ്താൽ ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി എന്ന് പറയും. പക്ഷേ ഈ ഒരു മെച്യൂരിറ്റിയിൽ തന്നെ ഇതിനെ പറിച്ചെടുക്കാനുള്ള കാരണം എന്താണ്? കാരണം ഇതിന് കമേഴ്ഷ്യൽ യൂസേജ് ഉണ്ട്. ഈ ഒരു സമയത്ത് ഇതിനെ പറിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, കൺസ്യൂമർ യൂസേജിന് പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ബീൻസിന്റെ കാര്യത്തിൽ നോക്ക്. ബീൻസ് അതിന്റെ ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിൽ തന്നെ ബീൻസ് നമ്മൾ പറയും എന്തിനാ? പറിച്ചെടുത്ത് നമുക്ക് കറിക്ക് വയ്ക്കാം. ഇനി അതുപോലെ തന്നെ കുക്കുംബർ മെച്ചുറേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുക്കുംബർ എന്ത് ചെയ്യും? പറിച്ചെടുക്കും. ഒരുപാട് മെച്ചുവർ ആയി കഴിഞ്ഞാൽ അതിന് ആ ടേസ്റ്റ് വരത്തില്ല, അല്ലെങ്കിൽ ഇളം കുക്കുംബർ ആണല്ലോ എല്ലാവർക്കും ഇഷ്ടം. നിങ്ങളുടെയൊക്കെ വീട്ടിലെ അച്ഛനോ അമ്മമാർക്കൊക്കെ ഈ പറയുന്ന പ്രഷറും അല്ലെങ്കിൽ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ വെജിറ്റബിൾസ് കൂടുതൽ അവരുടെ ഫുഡിലേക്ക് ഇൻടേക്ക് ചെയ്യും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുക്കുംബർ എന്ന് പറയുന്നത്, അല്ലെ? ഇളം കുക്കുംബർ ആണെങ്കിൽ അവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ഇനി ടൊമാറ്റോ കണ്ടോ? ടൊമാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച ടൊമാറ്റോ ആരെങ്കിലും ഉപയോഗിക്കുമോ? ടൊമാറ്റോ നല്ല പച്ച കളറിൽ ഇരിക്കുക. ടൊമാറ്റോയുടെ ആ പച്ച കളർ മാറി ഏകദേശം റെഡിഷ് ആവുമ്പോഴാണ് റൈപ്പനിങ് സംഭവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ടൊമാറ്റോ എന്ന് പറയുന്നത് ഡിലേഡ് മെച്ചുറിങ് ടു റൈപ്പനിങ് പീരീഡിലാണ് ടൊമാറ്റോ പറിച്ചെടുക്കുക. സോ ടൊമാറ്റോ നല്ല ഒരുപാട് പഴുക്കരുത്, ഒരുപാട് പഴുത്തു കഴിഞ്ഞാൽ നല്ല ബ്ലൂം വന്നിരിക്കും. എന്നാൽ പഴുത്തിരിക്കണം, മെച്ചൂരിറ്റി കഴിഞ്ഞ്, അല്ലെ? ആ ഒരു രീതിയിൽ പഴുത്തിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ പല ഫ്രൂട്ട്സുകളും ആ ഒരു മെച്യൂരിറ്റിയുടെ പല സമയത്തും നമ്മൾ കമേഴ്ഷ്യൽ യൂസേജിന് ഉപയോഗിക്കാറുണ്ട്. അതാണ് ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി. ആൻഡ് ദ പ്ലാൻ പാർട്ട് പോസസ് ദി പ്രീ റിക്വസൈറ്റ്സ് ഫോർ യൂസ് ബൈ കസ്റ്റമേഴ്സ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. പ്രീ റിക്വസൈറ്റ് എന്ന് പറഞ്ഞാൽ നെസസറി കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കോളാം. ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. ഹോർട്ടിക്കൾച്ചർ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിളിന്റെ മെച്യൂർഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ അതിന് കമേഴ്ഷ്യൽ യൂസേജ് അല്ലെങ്കിൽ വാല്യൂ ഉണ്ട്. ഓക്കെ, ഫുള്ളി മെച്യൂർഡ് ആയിരിക്കത്തില്ല. ഓക്കെ, ടൊമാറ്റോയുടെ കാര്യത്തിൽ അത് റൈപ്പൺ ചെയ്യപ്പെടുമ്പോഴാണ് അതിന് കമേഴ്ഷ്യൽ വാല്യൂ വരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. ശരി, ഇനി ഡിറ്റർമിനേഷൻ ഓഫ് ഹാർവസ്റ്റ് മെച്യൂരിറ്റി അഥവാ മെച്യൂരിറ്റി ഇൻഡിസസ്. ഓക്കെ, മെച്യൂരിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ് ആസ് ഫോളോസ്. ഒന്ന് വിഷ്വൽ മെത്തേഡ്സ് ആണ്. സോ ഇതെല്ലാം PSC ചോദ്യമാണ് കേട്ടോ. കളർ, സൈസ് ആൻഡ് ഷേപ്പ്, ഡ്രൈയിങ് ഓഫ് ദ പ്ലാന്റ് ബോഡി, ഇതൊക്കെയാണ് നമുക്ക് വിഷ്വൽ മെത്തേഡ്. കണ്ണുകൊണ്ട് ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ മെച്യൂർഡ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റും. എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോ, ഞാൻ തന്ന എക്സാമ്പിൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. വേറെ നിങ്ങൾ ഡിഗ്രിയോ PG ബുക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വരുന്നുണ്ട്. PSCയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഇത് മാത്രം മതി. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഡ്രൈയിങ് ഓഫ് ടോപ്പ് ലീവ്സ് ഇൻ ബനാന, അല്ലെ? സ്വാഭാവികമായിട്ട് ഒരു കൊല വന്നതിന് ശേഷം കൊല പഴുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേൽത്തട്ടിലുള്ള ഇലകളെല്ലാം എന്ത് ചെയ്യും? വരണ്ടിരിക്കും, അല്ലെ? അതായത് ഡ്രൈയിങ് ആയിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണം. ഈ പറയുന്ന ബനാന മെച്ചുറായി, ആ കൊല ഇങ്ങ് വെട്ടിയെടുക്കുക. ഇനി കൊല അങ്ങ് വെട്ടിയെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പഴുപ്പിക്കാം, അല്ലെ? റൈപ്പനിങ്ങിലേക്ക് മാറാം. ഇനി യെല്ലോയിങ് ഓഫ് ലാസ്റ്റ് ലീഫ് ഓഫ് പെഡങ്കിൾ ഇൻ ജാക്ക് ഫ്രൂട്ട്. എന്താ പെഡങ്കിൾ? ഒരു പ്ലാന്റിന്റെ പെഡങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ
11th 12th നമ്മൾ പഠിക്കുന്നുണ്ട് ബയോളജി, കൂടുതൽ ബോട്ടണിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് പെടങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ജാക്ക് ഫ്രൂട്ടിന്റെ കാര്യം പറയാം. നമ്മുടെ ഈ ജാക്ക് ഫ്രൂട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് ഉണ്ടല്ലോ, അതായത് ആ ജാക്ക് ഫ്രൂട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ബ്രാഞ്ചിനെ തന്നെയാണ് നമ്മൾ പെടങ്കിൾ എന്ന് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ജാക്ക് ഫ്രൂട്ട് അടങ്ങിയിരിക്കുന്ന ആ ഒരു ബ്രാഞ്ചിൽ ആ ഒരു ജാക്ക് ഫ്രൂട്ട് മെച്ചുവേർഡ് ആയി എന്ന് അറിയിക്കുന്നത് ആരാ? ആ ഒരു ബ്രാഞ്ചിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ജാക്ക് ഫ്രൂട്ടിനെ ക്യാരി ചെയ്തിരിക്കുന്ന ബ്രാഞ്ചില് ലാസ്റ്റ് ലീഫ് വരെ യെല്ലോ ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മനസ്സിലായിക്കൊള്ളണം ജാക്ക് ഫ്രൂട്ട് വെട്ടിയെടുത്തോ. ഇനിയും കൂടുതൽ ഇനി മെച്ചുവർ ആയി കഴിഞ്ഞു, ഇനി ഒരുപാട് ആയി കഴിഞ്ഞാൽ പഴുത്തു പോകും. പഴുത്തു കഴിഞ്ഞാൽ പിന്നെ വവ്വാലോ അണ്ണാനോ വന്ന് കുത്തിയെടുത്തുകൊണ്ട് പോകും. ഓക്കെ, ഇനി ഒലീവ് ഗ്രീൻ കളർ ഓഫ് മാംഗോ. സി, ഡാർക്ക് ഗ്രീൻ കളറിൽ നിന്നും ഒരു പേൽ അല്ലെങ്കിൽ ഒലീവ് ഗ്രീൻ കളറിലേക്ക് മാംഗോ മാറുമ്പോൾ മനസ്സിലായിക്കൊള്ളണം മാംഗോ മെച്ചുവേർഡ് ആയി. ഓക്കെ, ഇനി കൂടുതൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മഞ്ഞ കളറായിട്ട് മാറും. മഞ്ഞ കളറായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റൈപ്പനിങ്. ഓക്കെ, ഇനി യെല്ലോ പാച്ച് ഓർ സ്ട്രീക്സ് ഇൻ പപ്പായ. പപ്പായ നല്ല പച്ചയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ കൊള്ളത്തില്ല, അല്ലേ? അത് മെച്ചർ ആവണം. സി, ഫുള്ളി ഡെവലപ്ഡ് ആയി സെൽ അല്ലെങ്കിൽ ടിഷ്യൂ ഫുള്ളി ഡെവലപ്ഡ് ആയി തന്നെ നമ്മൾ മെച്യൂർഡ് ആയി എന്ന് പറയും, അല്ലേ? ഇനി മെച്ചോർ ആയി കഴിഞ്ഞാൽ അത് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ? പറ്റാതിരിക്കാം, രണ്ടും ചെയ്യാം. പക്ഷേ ഒരു പപ്പായയുടെ കാര്യത്തിൽ അതെപ്പോഴാണ് നമ്മൾ പറിച്ചെടുക്കുക? അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺസെപ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെച്ചോർ ആയി എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ അത് പറിച്ചെടുക്കുന്ന എപ്പോഴാണ്? സ്വാഭാവികമായിട്ട് അതിൽ ഈ പറയുന്ന യെല്ലോ പാച്ചസ് അല്ലെങ്കിൽ സ്ട്രീക്സ് വരുമ്പോഴാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേരള PSC ചോദ്യങ്ങളാണ്. ഇതൊക്കെ എന്താണ്? ബൈ വിഷ്വൽ മെത്തേഡ്സ്, മെച്യൂരിറ്റി ഇൻഡിസസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈനും ഇൻഡിക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ത്രൂ വിഷ്വൽ മെത്തേഡ്സിലാണ് ഈ പറയുന്ന എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫിസിക്കൽ മെത്തേഡ്സ് നോക്കിയേ. ഫിസിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഫേംനെസ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ഈസ് ഓഫ് സെപ്പറേഷൻ ഓർ അബ്സിഷൻ, ഫ്രൂട്ട് റിട്ടൻഷൻ സ്ട്രെങ്ത്, ജ്യൂസ് കണ്ടന്റ് എക്സെട്ര. ഓക്കെ, സി, നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ മറ്റ് ക്ലാസ്സുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വാരി വലിച്ച് എസ്സേ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കൺസൈസ് ചെയ്യുക, ഷോർട്ട് ചെയ്യുക. PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം ഫിസിക്കൽ മെത്തേഡ്സ്. ഓക്കെ, ശരിയാ, ഫേംനെസ് അല്ലേ? ഫേംനെസ് നിങ്ങൾക്ക് അറിയാലോ. ഫേംനെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ സാധാരണയായിട്ട് ഒരു ഫ്രൂട്ട് നമ്മൾ എടുക്കുമ്പോഴേക്കും നല്ല മെച്ചോർഡ് ആയി എന്ന് അറിയാനായിട്ട് നമ്മൾ തൊട്ട് നോക്കുക, അല്ലേ? നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല സോളിഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. തൊട്ട് നോക്കുമ്പോൾ ബ്ലൂമെന്നായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞു, റൈപ്പനിങ്ങിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫേംനെസ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ഇതൊക്കെയാണ് ഫിസിക്കൽ മെത്തേഡ്സിൽ വരുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ട് ഒരു ഫ്രൂട്ട് നല്ല ഫേമായിട്ട് ഇരുന്നാൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ. മെച്ചുറേഷൻ അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡിൽ ഒരു ഫ്രൂട്ട് നല്ല ഫേം ആയിരിക്കണം. ഓക്കെ, ഒന്ന് തൊടുമ്പോൾ തന്നെ പ്ലങ്ങെന്നായി പോകരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നല്ല ഫേം ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ടെക്സ്ചറൽ ചേഞ്ചും അതുപോലെ തന്നെ ഫേംനെസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് PSC ചോദ്യമായിരുന്നു പ്രഷർ ടെസ്റ്റേഴ്സ് അഥവാ പെനട്രോമീറ്റർ. പ്രഷർ ടെസ്റ്റേഴ്സ് അഥവാ പെനട്രോമീറ്റർ. നല്ല ഫേം ആയിട്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടിനെ നമുക്ക് പെനട്രേറ്റ് ചെയ്ത് കയറ്റാൻ കുറച്ച് ഫോഴ്സ് കൊടുക്കണം, അല്ലേ? ഫേംനെസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് കുറവാണെന്നുണ്ടെങ്കിലോ ഒന്ന് തൊട്ടാൽ മതി, അപ്പം തന്നെ ഉള്ളിലോട്ട് കയറി പെനട്രേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഫേംനെസ് നല്ല ഫേം ആയിട്ടിരിക്കുമ്പോൾ അതിന് നല്ല ടെക്സ്ചർ ആയിരിക്കും. ഓക്കെ, അതേസമയം ഒരുമാതിരി പ്ലിങ്ങെന്നായി കഴിഞ്ഞാൽ ആ ടെക്സ്ചറൊക്കെ മാറും, വേറെ ടേസ്റ്റൊക്കെ കയറി വരും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, നമ്മുടെ ഫ്രൂട്ടിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. അതായത് ഈ ഒരു പർട്ടിക്കുലർ ഫ്രൂട്ട് മെച്ചുവർ ആകുന്തോറും മെച്യൂരിറ്റി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുള്ളി ഡെവലപ്ഡ് ടിഷ്യൂ. ഇനി ഫുള്ളി മെച്ചുവർഡ് ആണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെച്യൂരിറ്റി മാക്സിമം എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി എന്നുള്ളതാണ്, അല്ലേ? സോ മെച്യൂരിറ്റി ആകുന്തോറും ഈ പറയുന്ന ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി അതുപോലെ തന്നെ അബ്സിഷൻ ലെയർ. Abscission layer develops in the pedicel of the plant that causes the fruit to taste worse. സി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രൂട്ട് എടുക്കുകയാണ്, അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മുടെ പെഡിസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പെഡിസൽ. എന്താ പറയുക, ശരിക്കും ഒരു ഫ്ലവറാണ് പിന്നീട് ഫ്രൂട്ട് ആവുന്നത്, അല്ലേ? ഒരു ഫ്ലവറാണ് പിന്നീട് ഫ്രൂട്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫ്ലവറിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്ലവറിനെ പ്ലാന്റിൻ്റെ മറ്റ് ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സംഗതിയാണ് പെഡിസൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു അബ്സിഷൻ ലെയർ എവിടെയാ ഫോം ചെയ്യുന്നത്? പെഡിസൽ ഓഫ് ദ പ്ലാന്റ്. അബ്സിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കട്ട് ഓഫ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അബ്സിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അബ്സിഷൻ ലെയർ ഡെവലപ്സ് ഇൻ ദി പെഡിസൽ ഓഫ് ദ പ്ലാന്റ് ദാറ്റ് കോസസ് ദ ഫ്രൂട്ട് ടു ടേസ്റ്റ് വേഴ്സ്. ഓക്കെ, അതായത് ഒരു ഫ്രൂട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവറിനെ, അല്ലെങ്കിൽ ഒരു ഫ്ലവറാണ് പിന്നീട് ഫ്രൂട്ട് ആവുന്നത്, ഈ പറയുന്ന ഫ്രൂട്ടിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന പെഡിസലിൽ ഒരു അബ്സിഷൻ ലെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതും മെച്യൂരിറ്റി പീരീഡിലാണ് ലെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ഫ്രൂട്ട് ഇറ്റ് വിൽ ടേസ്റ്റ് വേഴ്സ്. ഓക്കെ, ഇറ്റ് വിൽ ടേസ്റ്റ്, ഒട്ടും വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. എപ്പോഴാണ് ഫ്രൂട്ട് കട്ട് ഓഫ് ചെയ്ത് പോവേണ്ടത്? അറ്റ് ദ ടൈം ഓഫ് സെനസൻസ്, ഏജിങ് വരുമ്പോഴാണ്. ഇത് പ്രീമച്വർ കട്ട് ഓഫ് ആണ്. അതെവിടെയാണ് ഫോം ചെയ്യുന്നത്? ഈ പറയുന്ന പെഡിസലിലാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അത് എന്തിന് റിസൾട്ട് ഉണ്ടാക്കുന്നു? വേഴ്സ് ടേസ്റ്റിന് റിസൾട്ട് ഉണ്ടാക്കുന്നു. ഓക്കെ, ദെൻ ഫ്രൂട്ട് റിട്ടൻഷൻ സ്ട്രെങ്ത് ഡിക്രീസസ് ആസ് ഇറ്റ് മെച്യൂർസ്. സ്വാഭാവികമായിട്ടും ഫ്രൂട്ട് എന്ന് പറയുന്നത് ഈ ട്രീയിലേക്ക് പറ്റി പിടിച്ചിരിക്കുകയാണല്ലോ. ഓക്കെ, അതിൻ്റെ റിട്ടൻഷൻ സ്ട്രെങ്ത് സ്വാഭാവികമായിട്ടും മെച്യൂരിറ്റി കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നല്ല ഇളം മെച്ചുവേർഡ് ആയിട്ടുള്ള ഫ്രൂട്ടിനെ പറിച്ചെടുക്കുക, കല്ലുകൊണ്ടൊന്ന് എറിഞ്ഞാലൊന്നും അത് താഴെ വീഴത്തില്ല. കുറച്ച് മെച്ചുവറായി വരും കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കല്ലെടുത്ത് എറിഞ്ഞാലും വരും. കാരണം ആ ഫ്രൂട്ട് റിട്ടൻഷൻ സ്ട്രെങ്ത് ആ ഒരു പർട്ടിക്കുലർ ഫ്രൂട്ട് മെച്ചുവർ ആകുന്നിടത്തോളം മെച്യൂരിറ്റി കൂടുന്തോറും റിട്ടൻഷൻ സ്ട്രെങ്ത് കുറയും. ഇനി ഇത് എല്ലാവർക്കും അറിയാം. ഇപ്പം നമുക്ക് മാങ്ങ അല്ലെങ്കിൽ ജ്യൂസ് അടിക്കണം, മാംഗോ ജ്യൂസ് അടിക്കണം, അല്ലെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് അടിക്കണം, ആപ്പിൾ ജ്യൂസ് അടിക്കണം. ഇതൊക്കെ ഫ്രൂട്ട് മെച്ചുവർ ആകുന്നിടത്തോളം അതിൻ്റെ ജ്യൂസ് കണ്ടന്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മുടെ ഫിസിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫേംനെസ് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ്, പ്രഷർ ടെസ്റ്റേഴ്സ്, ഒരു ഫ്രൂട്ട് മെച്ചുവർ ചെയ്യുമ്പോൾ ഫ്രൂട്ട് മെച്യൂരിറ്റി നടക്കുന്ന സമയത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ ഫ്രൂട്ട് റിട്ടൻഷൻ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും, ജ്യൂസ് കണ്ടന്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി എവിടെയാണ് അബ്സിഷൻ ലെയർ ഫോം ചെയ്യുന്നത്? പെഡിസൽ ഓഫ് ദി പ്ലാന്റ്. പെഡിസൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലവറിനെ അല്ലെങ്കിൽ ഫ്രൂട്ടിനെ ബെയർ ചെയ്യുന്ന സംഗതിയാണ്. ഓക്കെ, സോ അത് അബ്സിഷൻ ലെയർ അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രൂട്ടിന്റെ ടേസ്റ്റ് വളരെ മോശമായിരിക്കും എന്നുള്ളതും മനസ്സിലായിക്കൊള്ളുക. ഇനി അടുത്തത് കെമിക്കൽ മെത്തേഡ്സ് ആണ്. കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ സോലുബിൾ സോളിഡ്സ് കണ്ടന്റ്, അതുപോലെ തന്നെ അഥവാ ടോട്ടൽ സോലുബിൾ സോളിഡ്സ് അഥവാ TSS, ടൈട്രേറ്റബിൾ ആസിഡിറ്റി, നമ്മൾ ഡയറി ടെക്നോളജിയിൽ പഠിച്ചിട്ടുണ്ട്. സോളിഡ് ടു ആസിഡ് റേഷ്യോ അഥവാ ഷുഗർ ടു ആസിഡ് റേഷ്യോ, സ്റ്റാർച്ച് കണ്ടന്റ്, ഓയിൽ കണ്ടന്റ്, ഷുഗേഴ്സ്, ടാനിൻ കണ്ടന്റ് എക്സെട്ര. അതായത് കെമിക്കൽ മെത്തേഡ് വഴി നമുക്ക് ഈ പറയുന്ന ഫ്രൂട്ട് മെച്ചുവർ ആയി എന്ന് അറിയാൻ സാധിക്കുന്ന രീതികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഫ്രൂട്ടിൽ എന്തുണ്ട്? സ്റ്റാർച്ച് കണ്ടന്റ് ഉണ്ട്. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണല്ലോ. ഈ പറയുന്ന മെച്യൂരിറ്റി അല്ലെങ്കിൽ മെച്യൂരിറ്റി കഴിഞ്ഞ് ഫ്രൂട്ട് റൈപ്പൻ ആകും തോറും, ഓക്കെ, അതായത് ഫ്രൂട്ട് റൈപ്പനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രൂട്ട് കഴിക്കാൻ പാകമാവുന്ന എന്ന അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഷുഗർ. കാരണം മെച്ചുവേർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റാതിരിക്കാം. നന്നായിട്ട് കഴിക്കാൻ പറ്റണമെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് ടേസ്റ്റ് ഉണ്ടാവണ്ടേ. ആ ടേസ്റ്റ് എവിടെ ഫുള്ളി ഫോം ചെയ്യത്തുള്ളൂ? റൈപ്പനിങ് പീരീഡിലാണ്, അല്ലേ? ആ പഴുത്ത് വരുന്ന പീരീഡാണ് റൈപ്പനിങ് പീരീഡ് എന്ന് പറയുന്നത്. ഷുഗർ മെഷർമെന്റ് ഹെൽപ്പ് ഡിറ്റർമൈൻ എ ഫ്രൂട്ട് റൈപ്പനസ് ഓർ മെച്യൂരിറ്റി സ്റ്റേജ് സിൻസ് ദേ കോൺസ്റ്റിറ്റ്യൂട്ട് ദ മെജോറിറ്റി ഓഫ് ദി സോലുബിൾ സോളിഡ്സ് ഇൻ ദി ജ്യൂസ്. ഓക്കെ, ശ്രദ്ധിക്കണം, ഒരു ഫ്രൂട്ടിന്റെ കാര്യത്തിൽ ആ ഫ്രൂട്ടിലെ സോലുബിൾ സോളിഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഷുഗർ ആണ്. അപ്പോൾ ടോട്ടൽ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ഷുഗർ തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു ഫ്രൂട്ടിൽ എന്ത് സംഭവിക്കുന്നു? കഴിഞ്ഞ കാലങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. റൈപ്പനിങ്ങിന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ള 4 ഓപ്ഷൻസിൽ ഒന്ന് ഇതായിരുന്നു. സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഷുഗർ. ഫ്രൂട്ട് റൈപ്പൻ ആകും തോറും ഷുഗർ കണ്ടന്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഫ്രൂട്ട് റൈപ്പൻ ചെയ്യും തോറും അതിൻ്റെ ജ്യൂസ് കണ്ടന്റ് കൂടിക്കൊണ്ടേയിരിക്കും. ആ ജ്യൂസ് കണ്ടന്റിൽ കൂടുതൽ ഏതാ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത്? സ്വാഭാവികമായിട്ടും ഷുഗർ തന്നെയാണ്. ഓക്കെ, ഇനി എ ഡിവൈസ് കാൾഡ് റിഫ്രാക്ടോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ടോട്ടൽ സോലുബിൾ സോളിഡ്സ്, TSS. ഈ ടോട്ടൽ സോലുബിൾ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെജോറിറ്റി എന്താണ്? ഷുഗർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഫ്രൂട്ടിൽ ഷുഗർ കണ്ടന്റ് അല്ലെങ്കിൽ ടോട്ടൽ സോലുബിൾ സോളിഡ്സിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് റിഫ്രാക്ടോമീറ്റർ. ഓക്കെ, ഫേംനെസ്
കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് നമ്മൾ നേരത്തെ പഠിച്ചു, പ്രഷർ മീറ്റർ അഥവാ ഈ പറയുന്ന പ്രഷർ ഗേജ് എന്നും പറയാറുണ്ട്, പെനട്രോമീറ്റർ എന്നും പറയാറുണ്ട്. ആസ് എ ഫ്രൂട്ട് ripens on the tree, the acidity of citrus, mango, pineapple and many other fruits gradually decreases. കണ്ടോ, ഫ്രൂട്ട് റൈപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഈ പറയുന്ന ഫ്രൂട്ടിനുള്ള ആസിഡിറ്റി കുറയും. അതൊന്നും വേണ്ട, നമ്മളൊരു മാങ്ങ റൈപ്പൺ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ മെച്യൂരിറ്റി പീരീഡിൽ നമ്മളത് പറിച്ചെടുത്ത് കഴിച്ചു നോക്കിയേ, നല്ല ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും, നല്ല പുളിയായിരിക്കും അല്ലേ. സോ സിട്രസ് കണ്ടന്റ് ഭയങ്കര കൂടുതലായിരിക്കും, ദാറ്റ് മീൻസ് അസിഡിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അത് മെച്യൂരിറ്റി പീരീഡ് കൂടുന്തോറും അല്ലെങ്കിൽ റൈപ്പനിങ്ങിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴേക്കും അസിഡിറ്റി കുറയും. ഓക്കെ, അതാണ് ഇവിടെ പഠിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം, അപ്പോൾ റൈപ്പനിങ് പീരീഡിൽ എന്ത് സംഭവിച്ചു, സ്റ്റാർച്ച് ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്തു, ഷുഗറിന്റെ കണ്ടന്റ് കൂടിക്കൊണ്ടേയിരിക്കും. സംഭവിക്കും, ആസിഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ അറ്റ് ദ എൻഡ് solid to acid ratio എന്ത് ചെയ്യും, reaches a higher value. Why? Because solid to acid ratio reaches a higher value during ripening എന്ന് പറയുന്നത് കാരണം എന്താ, സോളിഡ് എന്ന് പറയുന്നത് മെജോറിറ്റിയും ഷുഗർ ആണ്, ഷുഗർ കൂടിക്കൊണ്ടേയിരിക്കും, ആസിഡിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് റേഷ്യോ എന്താ സ്വാഭാവികമായിട്ടും കൂടും. ഇനി ഓയിൽ കണ്ടന്റ് അക്യുമുലേറ്റ്സ് ഇൻ ഒലീവ് ഫ്രൂട്ട്സ് ആസ് ദ റൈപ്പനിങ് പ്രോഗ്രസസ്. ഇപ്പം നമുക്ക് ഒലീവ് ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓയിൽ കണ്ടന്റ് മാക്സിമം നമുക്ക് ലഭിക്കുക റൈപ്പനിങ് പീരീഡിലാണ്. ഇനി ടാനിൻ കണ്ടന്റ് ഡിക്രീസസ് ആസ് ദ ഫ്രൂട്ട് റൈപ്സ്. എന്താണ് ടാനിൻ കണ്ടന്റ്? നമ്മുടെ ഈ തേയിലയിലും ഒക്കെ നമ്മൾ ഉണ്ട്, തേയിലയിലുണ്ട്, പിന്നെ ടീ കോഫിയിലൊക്കെ ഉണ്ട് ടാനിൻ കണ്ടന്റ്. ഈ ടാനിൻ കണ്ടന്റ് ആക്ച്വലി ടാനിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഒരു സംഗതി തന്നെയാണ്. ഈ ലീഫിലൊക്കെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും, നാച്ചുറൽ ആയിട്ടുള്ള സാധനം. നമ്മൾ ഈ ടാനിൻ കണ്ടന്റ് കൂടുമ്പോഴാണ് ഒരു പർട്ടിക്കുലർ സാധനത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും, ബിറ്റർ ടേസ്റ്റ്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറയുന്ന തേയില ആണെങ്കിലും മറ്റേ കാപ്പിച്ചെടിയാണെങ്കിലും അതിൻ്റെ ആ ലീഫ് എടുത്ത് നമ്മളൊന്ന് കഴിച്ചു നോക്കിയേ, ഭയങ്കര ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. കാരണം ആ ഒരു സമയത്ത് ഭയങ്കര ടാനിൻ കണ്ടന്റ് കൂടുതലായിരിക്കും, ഏത് മെച്യൂരിറ്റി പീരീഡിൽ. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് നമ്മൾ ആ പറയുന്ന ലീഫ് നമ്മൾ പറിച്ചെടുക്കുന്ന സമയം എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഫുള്ളി ഡെവലപ്ഡ് ആവുന്ന ഒരു സമയം ആണ് നമ്മൾ ഇതൊന്ന് പറിച്ചെടുക്കുന്നത്. അന്നേരം ഈ പറയുന്ന ടാനിൻ കണ്ടന്റ് കുറച്ച് കുറയും. അപ്പോൾ ഈ പറയുന്ന മെച്യൂർ ആകും തോറും അല്ലെങ്കിൽ റൈപ്പനിങ് പീരീഡിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ടാനിൻ കണ്ടന്റ് കുറയും. ടാനിൻ കണ്ടന്റ് കുറയുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ലീഫിനും അല്ലെങ്കിൽ ഫ്രൂട്ടിനൊക്കെ എന്ത് സംഭവിക്കുന്നത്, ബിറ്റർ ടേസ്റ്റ് കുറയുന്നത്. ഓക്കെ, സോ അത് മാത്രം ഓർത്ത് വയ്ക്കുക. സോ ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് കാൽക്കുലേറ്റഡ് ഇൻഡിസസ് അഥവാ കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ് ആണ്. ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം ടു ഹാർവസ്റ്റ് അഥവാ DFFB, കലണ്ടർ ഡേറ്റ്, മീൻ ഹീറ്റ് യൂണിറ്റ്സ്, ടി സ്റ്റേജ് എക്സെട്ര. ഇത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റഡ് ഇൻഡിസസ്. കാൽക്കുലേഷൻ ഒന്നും പഠിക്കണമെന്നില്ല. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് കാര്യം മാത്രം പറഞ്ഞു പോവാം. ടൈം റിക്വയർഡ് ബിറ്റ്വീൻ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലവർ ആണ് പിന്നീട് ഫ്രൂട്ട് ആവുന്നത് അല്ലേ. ബീങ് റെഡി ഫോർ ഹാർവെസ്റ്റിംഗ് മേ ബി മെഷേർഡ് ബൈ ഹീറ്റ് യൂണിറ്റ്സ് അഥവാ ഡിഗ്രി ഡേയ്സ്. അതായത് ഒരു ഫ്ലവറിങ്ങിനും ആ ഒരു ഫ്ലവറിങ് പീരീഡിൽ നിന്നും അതൊരു ഫ്രൂട്ടായിട്ട് മാറുന്ന ആ ഒരു ടൈം പീരീഡിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഹീറ്റ് യൂണിറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ഒരു യൂണിറ്റ് ഉണ്ട്. നമ്മൾ സാധാരണ നമ്മൾ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും പോലെ ഈ ഒരു പീരീഡിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഹീറ്റ് യൂണിറ്റ്സ് വെച്ചിട്ടാണ്, അഥവാ ഡിഗ്രി ഡേയ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് എങ്ങനെയാണെന്ന് പറയാൻ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ശ്രദ്ധിക്കുക, it has been found that a characteristic number of heat units or degree days is required to mature a crop. Maturity will be advanced under warm conditions or delayed under cooler conditions. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മെച്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ നേരത്തെ സംഭവിക്കും, ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്, ദാറ്റ് മീൻസ് വാം കണ്ടീഷൻ. ഇനി മെച്യൂരിറ്റി വളരെ താമസിച്ചേ സംഭവിക്കത്തുള്ളൂ ഇൻ കൂളർ പീരീഡ്സ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ വളരെ കുറഞ്ഞിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ പറയുന്ന ഫ്ലവറിങ്ങിൽ നിന്നും ഈ പറയുന്ന സാധനം ഫ്രൂട്ടായിട്ട് മാറുന്ന ആ ഒരു പീരീഡിനെ മെഷർ ചെയ്യുന്നതാണ് ഹീറ്റ് യൂണിറ്റ്സ് അഥവാ ഡിഗ്രി എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ഹീറ്റ് യൂണിറ്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കുന്നത് അഥവാ ഡിഗ്രി ഡേയ്സ് എന്നുള്ളത്. ദ നമ്പർ ഓഫ് ഡിഗ്രി ഡേയ്സ് to maturity of a particular crop or a variety is determined over a period of several years by എങ്ങനെയാണ് ആ ഡിഗ്രി ഡേയ്സ് അഥവാ ഹീറ്റ് യൂണിറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സം ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡെയിലി മീൻ ടെമ്പറേച്ചർ ആൻഡ് എ ഫിക്സഡ് ബേസ് ടെമ്പറേച്ചർ. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫിക്സഡ് ടെമ്പറേച്ചർ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ
ഏരിയ ബേസ് ചെയ്ത് ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ 15°C എന്ന് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ബേസ് ടെമ്പറേച്ചർ ആണ് കേട്ടോ, ഒരു ബേസ് ടെമ്പറേച്ചർ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം, ഇന്നത്തെ ഒരു ദിവസം എടുക്കുക. ഇന്നത്തെ ഒരു ദിവസം ഇവിടുത്തെ ഒരു മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20°C ആണ്. 20°C. അപ്പോൾ ഇനി ഞാനിവിടെ ഈ പറയുന്ന ഫ്രൂട്ടിൻ്റെ മെച്യൂരിറ്റി പീരീഡ് കണ്ടുപിടിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഹീറ്റ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡിഗ്രി ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് 15°C, പിന്നെ 20°C ഇന്നത്തെ മെയിൻ ടെമ്പറേച്ചർ ആണ്. ഈ 20ൽ നിന്നും 15 മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് 5 ഡിഗ്രി കിട്ടും. ഓക്കെ, സി ഇനി അടുത്തത് എത്ര ദിവസത്തേക്ക്, അതായത് എന്താണ് ഈ 5°C എത്ര ദിവസം നമുക്ക്, അല്ലെങ്കിൽ ഈ ഏകദേശം ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ഒരു ഏരിയയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ടെമ്പറേച്ചറിൽ പറ്റാറില്ല. ഇപ്പോൾ കൊടൈക്കനാലാണെങ്കിൽ ഇന്നിപ്പോൾ 18°C ആണെങ്കിൽ നാളെയും 18, 19 ആ റേഞ്ചിലേക്കേ വരത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ടെമ്പറേച്ചർ, ഈ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ അധികം മാറാറില്ല. എത്ര ദിവസം എടുക്കൂ? 5 days എടുത്തെന്ന് വിചാരിച്ചോ. അപ്പോൾ 5 × 5 25 എന്നുള്ളതായിരിക്കും ഹീറ്റ് യൂണിറ്റ്സ് അഥവാ ഈ പറയുന്ന ഡിഗ്രി ഡേയ്സ് എന്ന് പറയാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, കമ്പ്യൂട്ടേഷൻ ഒന്നും ചോദിക്കത്തില്ല. ടെമ്പറേച്ചർ ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ വെൻ പ്ലാന്റ്സ് ബിഗിൻ ടു ബ്ലൂം. ബ്ലൂം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫ്ലവറിംഗ് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് ബ്ലൂം എന്ന് പറയുന്നത്. കലണ്ടർ ഡേറ്റ്സ് ഫോർ ഹാർവസ്റ്റ് ആർ എ വാലിഡ് ഇൻഡിക്കേറ്റർ ഓഫ് കമേഴ്ഷ്യൽ മെച്യൂരിറ്റി ഫോർ പെരനിയൽ ഫ്രൂട്ട് ക്രോപ്സ്. പെരനിയൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാ കാലത്തും സംഭവിക്കുക, ഒരു പർട്ടിക്കുലർ സീസണിൽ എല്ലാ കാലത്തും ആ ഫ്രൂട്ട് അവിടെ ഉണ്ടാവാറുണ്ട്. പ്രൊഡ്യൂസ്ഡ് ഇൻ സീസണൽ ക്ലൈമറ്റ്സ് ദാറ്റ് ആർ മോർ ഓർ ലെസ് കൺസിസ്റ്റന്റ് ഫ്രം ഇയർ ടു ഇയർ. കലണ്ടർ ഡേറ്റ്സ് അല്ലെങ്കിൽ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം മെത്തേഡ്സ് വർക്ക് വെൽ വെൻ ദ ബ്ലൂമിംഗ് പീരീഡ് ഈസ് ഷോർട്ട്. ഈ ബ്ലൂം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പ്ലാന്റ് ബ്ലൂം ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ. സോ ആ ഒരു ബ്ലൂമിംഗ് പീരീഡ് വളരെ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കലണ്ടർ ഡേറ്റ് അല്ലെങ്കിൽ ഡേയ്സ് ഫ്രം ഫുൾ ബ്ലൂം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, വളരെ വേഗത്തിൽ അല്ലെങ്കിൽ നന്നായി ഈ പറയുന്ന മെച്യൂരിറ്റി പീരീഡും മറ്റെല്ലാം കണ്ടുപിടിച്ച് എപ്പോഴും ഹാർവസ്റ്റ് ചെയ്യാം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നോക്കേ, ടി സ്റ്റേജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ആംഗിൾ ഫോംഡ് ബൈ ദ ഫ്രൂട്ട് റിസെപ്റ്റക്കിൾ ആൻഡ് പെഡിസൽ റീച്ചസ് 90°. ഓക്കെ, ഒന്നുമില്ല, ഒരു ഫ്രൂട്ട് മെച്ചോർ ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, പെഡിസൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്രൂട്ടിനെ ബെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലവറിനെ ബെയർ ചെയ്യുന്ന ആ സാധനമാണ്. ആ പെഡിസലിന് തൊട്ട് മേലെയായിട്ട് റിസെപ്റ്റക്കിൾ എന്ന് പറയുന്ന സാധനമുണ്ട്. ആ റിസെപ്റ്റക്കിളിന് മേലെയാണ് എന്ത്, ഈ ഫ്രൂട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഫ്ലവർ വന്നിട്ട് ചേർന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന പെഡിസൽ അഥവാ റിസെപ്റ്റക്കിൾ അല്ലേ. ഓക്കെ, അതായത് ഈ പറയുന്ന പെഡിസൽ എന്ന് പറയുന്നത് നേരെ തന്നെ നിൽക്കത്തുള്ളൂ, എന്നാൽ ഈ പറയുന്ന ഫ്രൂട്ടിനെ അടക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫ്ലവറിനെ അടക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന റിസെപ്റ്റക്കിളും ഈ സാധനം തമ്മിൽ ഏകദേശം 90° വരുമ്പോൾ നമ്മൾ വിചാരിച്ചോളണം ദിസ് ഫ്രൂട്ട് ഈസ് ഫുള്ളി മെച്ചുവേർഡ്. അത് ഈ 90° കൂടിയാലും 90° കുറഞ്ഞാലും മനസ്സിലായിക്കൊള്ളണം, നമുക്ക് അത് പോസിബിൾ അല്ല, ആ ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിട്ടില്ല. 90°യിൽ കൂടുതലാണെങ്കിൽ അത് ഒരിക്കലും നമുക്ക് പോസിബിൾ അല്ല. ഫുള്ളി മെച്യൂർഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 90°യിൽ ഇങ്ങനെ നിൽക്കണം. എന്താണ്, ഈ ഫ്രൂട്ടിന്റെ പെഡിസലും റിസെപ്റ്റക്കിളും തമ്മിലുള്ള, റിസെപ്റ്റക്കിളാണ് എന്തിനാ താങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഈ പെഡിസലിലാണ് ഈ പറയുന്ന റിസെപ്റ്റക്കിൾ വന്ന് ഫോം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എനിക്ക് പടം വരയ്ക്കാൻ ഞാൻ അത്ര വലിയ സംഭവം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ രണ്ട് സാധനങ്ങളാണ്. ഒന്നും വേണ്ട, നമ്മുടെ ഈ ചെമ്പരത്തിയിൽ കാണുന്നില്ലേ ആ ചുമന്ന ആ ഒരു ഫ്ലവറിന്റെ അതിനെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു പച്ച കളർ, ആ സാധനം തന്നെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം ഒടിഞ്ഞ് ഇങ്ങനെ തോന്നും. ഇത് 90° ആയി കഴിഞ്ഞാൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാം. അതാണ് ടി സ്റ്റേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് റെസ്പിറേഷൻ റേറ്റും എത്തിലീൻ എവല്യൂഷൻ റേറ്റും ഒക്കെയാണ് നോക്കുന്നത്. വെൻ ദ ഫ്രൂട്ട് റീച്ച് ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി, ദാറ്റ് മീൻസ് എന്താണ്, ഫുള്ളി ഡെവലപ്ഡ് മെച്യൂരിറ്റി അല്ലെ, ഫുള്ളി മെച്യൂർഡ്, മാക്സിമം മെച്യൂരിറ്റി അറ്റൈൻഡ് ആണ് ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി. ആൻഡ് റൈപ്പനിങ് പ്രോസസ് ആർ ഇനിഷ്യേറ്റഡ്. ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ റെസ്പിറേറ്ററി ആക്ടിവിറ്റി റിസൾട്ടിങ് ഇൻ ദി ഇൻക്രീസ്ഡ് എവല്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഒരു ഫ്രൂട്ട് കൂടുതൽ മെച്യൂർ ആയി അല്ലെങ്കിൽ റൈപ്പനിങ് പീരീഡിലോട്ട് മാറിക്കഴിഞ്ഞാൽ അതിന് റെസ്പിറേഷൻ റേറ്റ് കൂടും. ദാറ്റ് മീൻസ് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഈ ഒരു സ്റ്റേജിൽ തന്നെ എത്തിലീൻ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് റൈപ്പനിങ് ഹോർമോൺ ആണ്, നാച്ചുറൽ ഹോർമോൺ ആണ് അല്ലെ. എത്തിലീൻ പ്രൊഡക്ഷനും കൂടുതലായിരിക്കും. ഇനി അതർ മെത്തേഡ്സ് നമുക്ക് നോക്കാം. ഒപ്റ്റിക്കൽ മെത്തേഡ്സ്, അക്കോസ്റ്റിക് വൈബ്രേഷൻ മെത്തേഡ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് മെത്തേഡ്സ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, നിയർ ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റൻസ്. ഇതിനെപ്പറ്റി നമുക്ക്
കോമൺ ആയിട്ട് എടുത്ത് പറയാനൊന്നുമില്ല. ഒപ്റ്റിക്കൽ മെത്തേഡ്സ്, ഈ അക്കോസ്റ്റിക് ആൻഡ് വൈബ്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സൗണ്ടായിട്ട് ബന്ധപ്പെട്ട് വൈബ്രേറ്റ് നമ്മളൊന്നും വേണ്ട, ജസ്റ്റ് എന്താ പറയുക, നമ്മൾ ചില ഇതൊക്കെ കൊട്ടി നോക്കത്തില്ല, ചില ഫ്രൂട്ടൊക്കെ നമ്മൾ കൊട്ടി നോക്കുമ്പോൾ ആ വൈബ്രേഷൻ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അയ്യാ മെച്ചൂർഡ് ആണെന്ന് പറയാം. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് മെത്തേഡ്സ് എന്ന് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പി മെത്തേഡൊക്കെ തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ചില പ്രധാനപ്പെട്ട ഫ്രൂട്ട്സിൻ്റെ മെച്യൂരിറ്റി ഇൻഡിസസ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. റാഡിഷ് ആൻഡ് ക്യാരറ്റ്, ഓണിയൻ, ഗാർലിക്, ജിഞ്ചർ, ബീൻ, ഒക്ര, ടൊമാറ്റോ, വാട്ടർമെലൺ, കോളിഫ്ലവർ, ബ്രൊക്കോലി, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കുക. ഈ പറയുന്ന നോട്ട് നമ്മുടെ ആപ്പിനുള്ളിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്താണ് മെച്യൂരിറ്റി, എന്താണ് റൈപ്പനിങ് അല്ലെങ്കിൽ മെച്യൂരിറ്റി കൂടുന്തോറും അല്ലെങ്കിൽ റൈപ്പനിങ് സ്റ്റേജിലേക്ക് മാറുമ്പോൾ എന്ത് കൂടും കുറയും, ഫ്രൂട്ട് റിട്ടൻഷൻ സ്ട്രെങ്ത് കൂടോ കുറയോ, സ്പെസിഫിക് ഗ്രാവിറ്റി കൂടോ കുറയോ തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് ഹീറ്റ് യൂണിറ്റ്സ് എന്നുള്ളത് നമ്മൾ പഠിച്ചു, കലണ്ടർ ഡേറ്റ് അല്ലേ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് റിഫ്രാക്ടോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ്. അതുപോലെ തന്നെ ഫേംനെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചത് പ്രഷർ ടെസ്റ്റ് അഥവാ ഗേജ്, പെനട്രോമീറ്റർ എന്ന് പറയും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബേസിക്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ PSC ചോദിക്കാറ്. സോ താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.